ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് ഇക്കാൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ, അബുദാബിയിലേക്ക്. അപ്പോൾ നമുക്ക് പോകുന്ന മുന്നേ ഉള്ള നമ്മുടെ പാക്കിങ് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതാ ഞാൻ ഈ വലിച്ചിടുന്നത് എന്താണെന്ന് നോക്കണ്ട കേട്ടോ. ഞാൻ കൊണ്ടുപോയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കബോർഡിൽ നിന്ന് എടുത്തിടുന്നതാണ്. ഇനി ഇത് അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ ഒന്ന് അയൺ ചെയ്തിട്ട് റെഡിയാക്കുന്നുണ്ട്. ഞങ്ങൾ അബുദാബിയിൽ എത്തിയിട്ട് കുറച്ചായിട്ടോ, നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും ഡിലേ ആയതാണ്, അതാണ് കേട്ടോ ഇത്ര വൈകിയത്. പിന്നെ ഞാനും കുട്ടികളും ഒറ്റക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ എന്താ അയൺ ചെയ്ത് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ഇക്കാനെ കുറച്ച് ഡ്രസ്സും കൊണ്ടുപോകാൻ കേട്ടോ. ഒക്കെ പോയിട്ട് ഇപ്പോൾ ഏകദേശം 1.5 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒക്കെ പോകുന്ന ടൈമിൽ ലഗേജ് കൂടിയ കാരണം കുറച്ച് ഡ്രസ്സൊക്കെ കൂടി വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതോടെ കൊണ്ടുപോകണം. പിന്നെ പ്രാവശ്യം പോകുമ്പോൾ ഇതുപോലത്തെ 2 ട്രോളിലാണ് കേട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. വേറെ ഒന്നല്ല, ഞാൻ ഫുഡ് ഐറ്റംസ് ആയിട്ട് അങ്ങനെ ഒന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ. കാരണം നമുക്ക് UAE-ലേക്ക് ഇപ്പോൾ അച്ചാർ, തേങ്ങ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതൊക്കെ കൊണ്ടുപോയിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ തേങ്ങ അച്ചാറൊന്നും എടുക്കുന്നില്ല. ഞാൻ വെളിച്ചെണ്ണ 1 ലിറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും എനിക്ക് നല്ല പേടിയായിട്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം അത് പറ്റുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രോളി എടുത്തത്. കാരണം അഥവാ വെളിച്ചെണ്ണ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാമല്ലോ. കാരണം നമ്മൾ ബോക്സ് ടൈപ്പ് പെട്ടിയിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നിന്ന് അവർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ അത് പറ്റില്ലെങ്കിൽ നമ്മളോട് അത് എടുത്ത് മാറ്റാൻ പറയും കേട്ടോ. ആ ടൈമിൽ നമ്മൾ ആ ബോക്സൊക്കെ പൊട്ടിച്ചെടുത്ത് മാറ്റുക പറയണത് കുട്ടികളെ കൊണ്ട് കുറച്ച് റിസ്ക് ആവും കേട്ടോ. കാരണം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് റാപ്പ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്കത് റാപ്പ് ചെയ്ത് തരും. പക്ഷേ ഈ കുട്ടികളായിട്ട് നമ്മൾ അങ്ങനത്തെ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക കേട്ടോ നല്ലത്. അതുപോലത്തെ ട്രോളി ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാൻ പറഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അതാണ് കേട്ടോ പ്രാവശ്യം ഞാൻ ഈ ട്രോളി മാത്രം എടുത്തത്. പിന്നെ ഈ ടൈമിൽ UAE-ലേക്ക് പോകുന്നവർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ. ഈ നിയമം വന്നതുകൊണ്ട് എന്തൊക്കെ നമുക്ക് കൊണ്ടുപോകുക എന്നുള്ളതൊക്കെ. അപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ 2 ലിറ്റർ വെളിച്ചെണ്ണ നമുക്ക് കൊണ്ടുപോകാം കേട്ടോ. 2 ലിറ്റർ കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവർ ചോദിക്കും 2 ലിറ്ററിൽ കൂടുതലില്ലല്ലോ എന്നവർ ചോദിക്കും കേട്ടോ. 2 ലിറ്റർ കൊണ്ടുപോകാം. പിന്നെ അച്ചാറും തേങ്ങയും എനിക്കറിയില്ല കേട്ടോ, അത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കൊണ്ടുപോയിട്ടില്ല. പിന്നെ നമുക്ക് ബേക്കറി ഐറ്റംസൊക്കെ കൊണ്ടുപോകാം കേട്ടോ. ഞാൻ ബേക്കറി ഐറ്റംസൊക്കെ എടുത്തായിരുന്നു കുറച്ച്. പിന്നെ ഉണ്ണിയപ്പം അങ്ങനെ നമ്മളെ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. പക്ഷെ അതൊക്കെ ഞാൻ കുറച്ച് എടുത്തെന്നുള്ളൂ. നമുക്ക് ഈ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ ഞാനൊന്നും അധികം എടുത്തിട്ടില്ല കേട്ടോ. എല്ലാം കുറച്ചേ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഒരു പെട്ടി അങ്ങനെ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബാഗിലും കൂടെ ഞാൻ ഡ്രസ്സ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയ ട്രാവൽ വ്ളോഗിൽ ഒരുപാട് കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 7 കിലോയിൽ കൂടുതൽ പറ്റുമോ, കയ്യിൽ 7 കിലോ 2 ബാഗാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. 7 കിലോ എന്ന് പറയുന്നത് ഓരോ ഫ്ലൈറ്റിനനുസരിച്ചാണ് കേട്ടോ. ചില ഫ്ലൈറ്റിൽ 7-ലും കൂടുതൽ എടുക്കാൻ പറ്റും, 8ഒക്കെ പറ്റും കേട്ടോ. എയർ ഇന്ത്യ അങ്ങനത്തെ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് 7 കിലോനെ പറ്റുള്ളൂ. ഓരോ ഫ്ലൈറ്റിനനുസരിച്ചിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും പേപ്പേഴ്സൊക്കെ ആവശ്യം വരുമോ എന്ന ചോദ്യം വന്നിരുന്നു. എയർപോർട്ടിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പേപ്പേഴ്സൊന്നും അവർ ചോദിക്കുന്നില്ല കേട്ടോ. നമ്മുടെ വിസയും ടിക്കറ്റും പിന്നെ നമ്മളെ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ എന്നാ റിട്ടേൺ വരിക അതൊക്കെ ചോദിക്കും. നമ്മുടെ വാക്സിൻ എടുത്തിരുന്ന കാർഡ് ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ കൊറോണ ടൈമിലൊക്കെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എന്നാലും അത് ബാഗിൽ വെക്കുന്നുള്ളൂ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ വിസയ്ക്ക് പോകുന്നവരെ കാര്യമാണ് കേട്ടോ ഈ പറഞ്ഞത്. പിന്നെ അത് ഞാൻ ഈ ഡ്രസ്സൊക്കെ വെക്കുന്ന ഈ ഒരു ബാഗിൻ്റെ ഹാൻഡ് ലഗേജിലുള്ളതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ പുറമെ ഒരു ചെറിയ ബാഗും കൂടെ ഞാൻ കയ്യിൽ കരുതാറുണ്ട്. അതിലാണ് കേട്ടോ ഞാൻ പേപ്പേഴ്സ് എല്ലാം വെക്കാറ്. പിന്നെ പേപ്പേഴ്സിൻ്റെ പുറമെ ഞാൻ എൻ്റെ ബാഗിൽ വെക്കാറുള്ളത്, മക്കളുള്ളത് കൊണ്ട് തന്നെ ഞാൻ വൈപ്സ് ഒരു പാക്കറ്റ് വെക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ്ഫോൺ, ചാർജർ, അതൊക്കെയാണ് കേട്ടോ, പവർ ബാങ്ക്, അതൊക്കെയാണ് ഞാൻ ആ ബാഗിൽ വെക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു ട്രോളിയിലാണ് കേട്ടോ ഞാൻ ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ വെച്ചത് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ബേക്കറി നമ്മൾ വാങ്ങിച്ചതായിരുന്നു, അതുകൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രോളിയിൽ ഞാൻ ഫുഡ് ഐറ്റംസ് മാത്രമാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഇതവിടെ ഉമ്മ വൈകിട്ട് നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് പഴമൊക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പപ്പടം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് ഇതേപോലെ 2 കെട്ട് പപ്പടം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പച്ചക്കായാണ് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ നമ്മൾ ചിപ്സ് കടയിൽ നിന്നല്ല വാങ്ങിക്കുന്നത്, ഇവിടെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇക്ക പോകുമ്പോഴും അതെ ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഉമ്മ ഉണ്ടാക്കിയ ചിപ്സാണ് കേട്ടോ എനിക്ക് കടയത്തേരം കാട്ടി ഒന്നുകൂടെ ഇഷ്ടം. ഉമ്മ നല്ല ടേസ്റ്റിലുണ്ടാക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊണ്ടതാണ് കേട്ടോ. അതും കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ, അതാണ് കേട്ടോ കുറച്ച് പഴം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഇവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് വൈകിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് കൊണ്ടുപോകുള്ള ചിപ്സൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കാൻ കേട്ടോ.
അപ്പോൾ അതായത് ഇതുപോലെ ഇങ്ങനെ നൈസായിട്ട് ചെത്തിയിട്ടാണ് കേട്ടോ അമ്മ ചിപ്സ് ഉണ്ടാക്കാറ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതും കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ, ഇത്രയാണ് കേട്ടോ, ക്വാണ്ടിറ്റി ഒക്കെ ഇത്രയേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിപ്സും പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് ബേക്കറിയും കൂടിയാണ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാം. അങ്ങനെ അതൊക്കെ കവറിലാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ഇത് ഇക്കാക്ക് വന്നിട്ട് ഇത് പെട്ടിയൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് തരാണ് കേട്ടോ. അതായത് നമ്മൾ പെട്ടൊക്കെ റാപ്പ് ചെയ്ത് പേരൊക്കെ എഴുതി തരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ വരുമ്പോൾ കുറച്ച് നട്ട്സൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് മോർണിംഗ് മുതൽ അവിടെ എത്തുന്ന വരെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.